എന്താ നിലമ്പൂരിൽ സംഭവിച്ചത്? നിങ്ങളുടെ ചോദ്യം. അത് ഭരണകക്ഷിയുടെ MLA ആയിരുന്ന ആൾ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ്. അതിന്റെ അകത്ത് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയാണ്. അതിന്റെ അകത്ത് ഇത്രയും കാലം നടന്നിരുന്ന മുഴുവൻ കാര്യങ്ങളും പറയാണ്. ആ പാർട്ടിയിൽ ഏറ്റവും വിശ്വസ്തനായി മുഖ്യമന്ത്രിയുടെ നടന്ന ആളാണ് അദ്ദേഹം. കാര്യങ്ങളെല്ലാം പറയാണ്. ഞങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ 2-3 വർഷക്കാലമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഭരണകക്ഷി MLA കൂടി വന്ന് അത് പറയുന്നതോടുകൂടി ഞങ്ങൾക്കാണ് കൂടുതൽ വിശ്വാസ്യത ഉണ്ടായിരിക്കുന്നത്. അല്ല, അൻവർ പറയുന്ന കാര്യങ്ങൾ ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല. അൻവർ പറയാണല്ലോ, ഞങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങളല്ലേ. അവരാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. 2, CPM-ഉം BJP-യുമായി ഒരു അവിഹിതമായ ബാന്ധവമുണ്ട്, ഞങ്ങളാണ് പറഞ്ഞത് ഇല്ലേ. പൂരം കലക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഗൂഢാലോചന, പൂരം കലക്കി BJP-യെ ജയിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന തൃശൂരിൽ നടന്നിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞു. ADGP RSS നേതാക്കന്മാരെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ലേ. ഒരു ഭരണപക്ഷ MLA തന്നെ ഇങ്ങനെ ഇതെല്ലാ കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം കണക്കാക്കുന്നത്? അല്ല, പ്രതിപക്ഷത്തിന്റെ എന്താ പ്രതിഷേധം ഇല്ലാത്തത്? ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ സമരത്തിലാണല്ലോ. ഞങ്ങളെല്ലാം സമരത്തിലാണല്ലോ. കഴിഞ്ഞ 1 മാസക്കാലമായി കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ചെയ്ത എത്ര സമരമുണ്ട്. ഞങ്ങൾ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ എറണാകുളത്ത് ചേർന്ന UDF ക്യാമ്പിൽ തീരുമാനമെടുത്തിട്ടുണ്ട്, KPCC തീരുമാനമെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് ഞങ്ങൾ. UDF-ന്റെ പ്രതിഷേധ സംഗമം സെക്രട്ടേറിയറ്റിന് മുമ്പിലുണ്ടായി. KPCC-യുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. കേരളത്തിലെ 1500 മണ്ഡലങ്ങളിലും ഞങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. കേരളത്തിലെ 286 ബ്ലോക്ക് ആസ്ഥാനത്തും ഞങ്ങൾ മാർച്ചും പ്രതിഷേധ പരിപാടികളും നടത്തി. 28-ാം തീയതി തൃശൂരിൽ മഹാസമ്മേളനം പൂരം കലക്കിയതിനെതിരായി മുഖ്യമന്ത്രി ഭരണപരാജയത്തിന്റെ പുറത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തി. മഹിളാ കോൺഗ്രസിന്റെ 6 പരിപാടി നടത്തി. യൂത്ത് കോൺഗ്രസിന്റെ 18 പരിപാടികൾ നടത്തി. എന്നിട്ട് പിന്നെ ഞങ്ങൾ സമരം ചെയ്യില്ലെന്ന് പറഞ്ഞ ഞങ്ങളുടെ സമരത്തിലല്ലേ യൂത്ത് കോൺഗ്രസ് 3 ലാത്തി ചാർജ് ഉണ്ടായി. ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന സമരമാണ്. അത് നിങ്ങളെങ്ങനെ അറിയുന്നത്? എങ്ങനെ സർക്കാരിന് നിങ്ങളല്ലല്ലോ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് നിങ്ങളല്ലല്ലോ ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് സർക്കാർ? ഞാൻ ചോദിക്കട്ടെ 8 വർഷത്തിനിടയിൽ സർക്കാർ ഇതുപോലെ സർക്കാർ താഴേന്ന് ഇറക്കാനല്ലല്ലോ ഞങ്ങൾ സമരം ചെയ്യണം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങളുടെ ഡിമാൻഡാണ്. അവർക്ക് 99 സീറ്റുണ്ടല്ലോ. കേരളത്തിൽ ഒരു പ്രതിപക്ഷവും സർക്കാരിനെ ഒന്നും സമരം ചെയ്ത് താഴേന്ന് ഇറക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് ഈ സർക്കാരിനെ എക്സ്പോസ് ചെയ്യുന്നത്. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളിലൂടെ, ഞങ്ങൾ നടത്തിയ വിശദീകരണങ്ങളിലൂടെ, ഞങ്ങൾ നടത്തിയ വിചാരണകളിലൂടെ ഈ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്, വിചാരണ ചെയ്യുകയാണ്. ആണോ? അതിന് മുമ്പല്ലേ? അപ്പൊ ഞങ്ങൾ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അല്ലല്ല, നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത്? അല്ലല്ല, നിങ്ങളല്ലല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ പ്രതി നിങ്ങൾ കേൾക്ക്. ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് തന്നെ ഇവർക്കെതിരായി വിചാരണ സദസ്സ് നടത്തി. ഇവര് നവകേരള സദസ്സ് നടത്തിയപ്പോൾ ഞങ്ങൾ വിചാരണ സദസ്സ് നടത്തി. നവകേരള സദസ്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമരം നടന്നു. 1000-കണക്കിന് ഞങ്ങളുടെ കുട്ടികൾ ജയിലിലായി. 1000-കണക്കിന് കേസുകൾ എടുത്തു ഞങ്ങളുടെ കുട്ടികൾക്കെതിരെ. നിരവധി ആളുകൾ ആശുപത്രിയിലായി, തലക്കടിയേറ്റ് ഇതൊക്കെ ചെയ്തു. കേരളത്തിൽ ഇതുപോലെ പ്രതിപക്ഷം ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ? നിങ്ങൾ ചെയ്യുന്ന പോലെ, മാധ്യമങ്ങൾ പറയുന്ന പോലെ സമരം ചെയ്യാനല്ല ഞങ്ങളിരിക്കുന്നത്. ഞങ്ങൾ പാർട്ടി ഒന്നുമില്ല. ആകെ പ്രതിപക്ഷത്ത് LDF ഇരുന്ന സമയത്ത് ഒറ്റ സമരമുള്ള ഓർക്കാനുള്ള സമരം. എന്താ സമരം? സോളാർ സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ. അതെങ്ങനെയാണ് അവസാനിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ല. നാണം കെട്ട് അവസാനിച്ച ഒറ്റ സമരമുള്ളൂ. പ്രതിപക്ഷത്ത് LDF ഇരിക്കും. നിങ്ങൾ LDF പ്രതിപക്ഷത്തിരുന്നപ്പോ എവിടെ കേരളം കത്തിയത്? ഒറ്റ സമരം, ഓർത്തെടുക്കാനുള്ള ഒറ്റ സമരം. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരൊറ്റ സമരമുള്ള ഓർമ്മയുള്ള സമരം. അത് വഷളായി സമരം. നാണം കെട്ട് ഞാൻ പറയട്ടെ, താങ്കൾ
ഞാനല്ലേ സംസാരിക്കുന്നത്, താങ്കൾ സംസാരിക്കില്ലേ? പത്രസമ്മേളനം നടത്തുന്നത് ഞാനാണ്. ഞാൻ നടത്തുമ്പോൾ ബൈറ്റ് തന്നെ ഞാനാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ താങ്കൾ എന്തിന് ഇത്ര അസ്വസ്ഥനാണ്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ ആദ്യം ചോദ്യം ചോദിക്കാൻ അത് ക്ഷമയോടുകൂടി കേൾക്കാനും ആദ്യം ശീലിക്കും. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് മര്യാദ കാണിക്കും, കുറച്ച് മര്യാദ. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ ചോദിക്കില്ല? ചോദിക്കോ? മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കും? ഒരു ചോദ്യം ചോദിക്കില്ല. ഒരു ചോദ്യവും മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കില്ല. നിങ്ങൾ പറയുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ പോവാറ്. ഈ തോക്കി കയറി വെടിവെക്കില്ലേ? ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സമരവും നടത്തിയിട്ടില്ല കേരളത്തിൽ. ഇപ്പൊ ഈ പ്രതിപക്ഷം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ ഞങ്ങൾ 2 പ്രാവശ്യം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. 2 പ്രാവശ്യം UDF സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. ഒരു പ്രാവശ്യം 25,000 പേരെ കൊണ്ടുവന്നിട്ടാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചത്. നിങ്ങൾ കണ്ടിട്ടില്ല. ഉള്ള ആൾക്കൂട്ടം അത് താൽക്കാലികമാണെന്ന് LDF കൺവീനർ പറഞ്ഞിട്ടുണ്ട്. അൻവർ പറയുന്നത് UDF-ലെയും LDF-ലെയും ഉൾപ്പെടെ CPM-ന്റെ പാർട്ടി മെമ്പർമാർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. അല്ല, അതൊക്കെ ഇഷ്ടം പോലെ. ഞങ്ങൾക്ക് എന്തൊരു അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ പോയി കാണും. ഒരു ഭരണകക്ഷി MLA സർക്കാരിനെതിരായിട്ട് പറയല്ലേ? അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സർക്കാരിനെതിരായി സംസാരിക്കല്ലേ? എല്ലാ പാർട്ടിക്കാരും പോയി കാണും അവിടെ പോവാൻ. അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പോയി കാണും, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർ പോയി കാണും, കേൾക്കാൻ വേണ്ടി ആളുകൾ പോയി കാണും, പല രീതിയിൽ ആളുകൾ പോയി കാണും. ഞാൻ അതിനെയൊന്നും തള്ളി പറയുന്നില്ല. അദ്ദേഹം അവിടുത്തെ MLA കൂടിയാണ്. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPM വിച്ഛേദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ ഒരു പ്രതിഷേധമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അത് കേൾക്കാൻ ആളുകൾ പോയി. അതിലെന്താ തെറ്റ്? അല്ല, ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങള് അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാനത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല. അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും. അതേ 2 ദിവസമായില്ലേ LDF-ലല്ലായിരുന്ന ഇത്രയും ദിവസം? LDF-ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ മാറിയത്? അല്ല, അത് തീർച്ചയായിട്ടും തെറ്റാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പ്രതിപക്ഷം ഉമ്മൻചാണ്ടി മുതൽ ഉള്ള മുഴുവൻ നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുത്ത സർക്കാരാണിത്. ഉമ്മൻചാണ്ടിക്കെതിരെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെതിരെ, മുൻ മന്ത്രിമാരായ അനിൽകുമാർ, അടൂർ പ്രകാശ്, MP ആയ ഹൈബിയുടെതിരെ കേസെടുത്തു. എനിക്കെതിരായിട്ട് ഒരു കേസുണ്ടായിരുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി, ഡിവിഷൻ ബെഞ്ച് തള്ളി. എന്നിട്ട് എനിക്കെതിരായിട്ട് കേസെടുത്ത്, എന്നിട്ട് അത് ED-ക്ക് കൊടുത്തു കേസെടുക്കാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ തമ്മിൽ സെറ്റിൽമെന്റ് ആണെങ്കിൽ ഞങ്ങൾക്കെതിരായിട്ട് കേസെടുക്കും സർക്കാർ? ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് നിരന്തരമായ കേസുകൾ എടുക്കുക, നിരന്തരമായി കേസുകൾ, മനസ്സിലായേ? എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരോട് ഏതെങ്കിലും ഒരു കേസ് എടുത്തോണ്ടിരാൻ പറയാണ് ഞങ്ങളെയൊക്കെ പറ്റി. അങ്ങനെ എടുക്കുന്ന ഒരു സർക്കാരാണ്. ഞങ്ങൾ ആ സർക്കാരിനെതിരായിട്ടും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസിന് പോയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ഫോറങ്ങളിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സർക്കാരിനെതിരെ സ്വീകരിക്കുന്നു, രാഷ്ട്രീയമായ സമരം ചെയ്യുന്നു. അദ്ദേഹം അത് ഏത് സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അൻവറിന്റെ UDF പ്രവേശനത്തിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്യുമെന്ന് ഇതാദ്യമായ ഒരു സുപ്രധാനമായ പ്രതികരണം VD സതീശൻ നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അൻവറിനെതിരെ എടുത്തിരിക്കുന്ന കേസുകളെ വിമർശിക്കുകയും പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുകയാണ്.